നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം സിമ്പിൾ ഹസാർഡ് കാറ്റഗറീസ് ആണ്. സോറി. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ടെക്നിക്കൽ ആയിട്ടുള്ള പോർഷൻസ്, അതായത് മെക്കാനിക്കൽ ഹസാർഡ്സ്, അതായത് ഹാൻഡ് ടൂൾസ്, മെഷീനറി, ഫയർ, ഇലക്ട്രിസിറ്റി, പിന്നെ ലോഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, ക്രെയിൻ ഓപ്പറേഷൻ, എക്സ്കവേഷൻ, അങ്ങനെയുള്ള കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്കിനി ഈ ഫസ്റ്റ് എലമെന്റിലുള്ള തന്നെ നമ്മുടെ ബാക്കി പോർഷൻസ്, ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഹെൽത്ത്, വെൽഫെയർ, എൻവയോൺമെന്റ്, പിന്നെ സ്ലിപ്പ് ആൻഡ് ട്രിപ്പ്, നോയിസ്, വൈബ്രേഷൻ, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഒരു വർക്ക് പ്ലേസിൽ ഹസാർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹസാർഡ്സിൽ ഒബ്സർവേഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലേ? വെൽഫെയറിൽ വരുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ നോയ്സിൽ വരുന്ന ഹസാർഡ്സ്, അല്ലെങ്കിൽ വൈബ്രേഷനിൽ വരുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ സ്ലിപ്പ് ആൻഡ് ട്രിപ്പിൽ വരുന്ന ഒബ്സർവേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് കോൺഫിഡന്റ്ലി വർക്ക് പ്ലേസിലെ ഒബ്സർവേഷൻ റിസ്ക് അസസ്മെന്റിലേക്ക് വേണ്ടി എടുക്കാൻ പറ്റില്ലേ എല്ലാവർക്കും? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ഓക്കെ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് വർക്ക് റിലേറ്റഡ് വയലൻസ് ആണ്. ഓക്കെ, വർക്ക് റിലേറ്റഡ് വയലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വയലൻസ് അറ്റ് വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് വയലൻസ് എന്ന് പറയാം. ഓക്കെ, എന്താണ് വർക്ക് റിലേറ്റഡ് വയലൻസ്? കേട്ടിട്ടുണ്ടോ? എന്താണ് വയലൻസ് എന്ന് പറയുമ്പോൾ? എന്താണ്, വാട്ട് ഈസ് വയലൻസ്? ഹലോ, എന്താണ് വയലൻസ്? കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോ സാധാരണ ഇപ്പൊ KGF-ലൊക്കെ പറയുന്ന വയലൻസ് അല്ല, വർക്ക് റിലേറ്റഡ് വയലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? Not obeying the rules. അത് മാത്രല്ല, വയലൻസ് വയലൻസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങള്? ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഈയിടെ ഒരു കമ്പനിയിൽ, UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നടന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, അതായത് ഒരു വർക്ക് പ്ലേസിൽ മാനേജ്മെന്റ് വർക്കേഴ്സിന് കൊടുക്കേണ്ട OT, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സാലറിയിൽ മീൻസ് അവർ കൊടുക്കേണ്ട കറക്റ്റ് OT പേയ്മെന്റ് കൊടുത്തില്ല. ഓക്കെ, അപ്പൊ അത്രയും മാൻ പവർ ഉള്ള ഒരു കമ്പനി ആയിരുന്നു. ഞാൻ കമ്പനിയുടെ നെയിമും കാര്യങ്ങളും പറയുന്നില്ല. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിന്യൂസ്ലി ഇങ്ങനെ മാനേജ്മെന്റ് OT പേയ്മെന്റ് ക്യാൻസൽ ആക്കാൻ തുടങ്ങി. ഓക്കെ, വർക്കേഴ്സിന് ആകെ കൂടുതൽ OTയിലാണ് അവർക്ക് കൂടുതൽ സാലറി കിട്ടുന്നത്, അല്ലാതെ അവരുടെ ബേസിക് പേ വളരെ കുറവായിരുന്നു. അങ്ങനെ ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ വർക്കേഴ്സ് ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും മാൻ പവർ ഉണ്ട്, മീൻസ് 10,000-ഓളം മാൻ പവർ ഉള്ള കമ്പനിയാണ്. അപ്പൊ അത്രയും വർക്കേഴ്സ് കംപ്ലീറ്റ്ലി എല്ലാവരും ചെന്ന് മീൻസ് മാനേജേഴ്സിന്റെയും എല്ലാവരുടെയും ഓഫീസും അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സും എല്ലാം കംപ്ലീറ്റ്ലി പൊളിച്ച് മാനേജേഴ്സിനെയും അഡ്മിനിസ്ട്രേഷനുള്ള ഓഫീസ് സ്റ്റാഫിനെയും മീൻസ് അവരെ തടഞ്ഞ എല്ലാവരും തല്ലി പ്രശ്നമാക്കി. മനസ്സിലായോ? അത്രയും വലിയൊരു പ്രശ്നമായിട്ടാണ് അവിടെ മാറിയത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് വന്നത്? ഓക്കെ, ഇതൊരു ഇഷ്യൂ മീൻസ് റിയൽ ഇൻസിഡന്റ് ആണ്, ഒരു വർക്ക് പ്ലേസിൽ UAE-ൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഓക്കെ, സോ ഇതെങ്ങനെയാ വന്നത്? വർക്ക് പ്ലേസിൽ വന്നിട്ടുള്ള ഒരു വയലൻസ് ആണ്. ഓക്കെ, ഇങ്ങനെ തന്നെ എല്ലാ വയലൻസ് ഇങ്ങനെ വരണമെന്നില്ല. വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈ ഡെഫിനിഷൻ any incident in which a person is abused, assaulted, threatened relating to their working environment അല്ലെങ്കിൽ relating to their work. ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ അയാളെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാളെ ആക്രമിക്കുകയോ അപകടപ്പെടുത്തുകയോ, ഇതൊക്കെ നമുക്ക് വയലൻസ് എന്ന് പറയാം. ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ, ഇതെല്ലാം വയലൻസ് തന്നെയാണ്. ഓക്കെ, സോ ഈ വയലൻസ് എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നതിന്റെ മീൻസ് ആ എൻവയോൺമെന്റിൽ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ വയലൻസ് അറ്റ് വർക്ക് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് വയലൻസ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വയലൻസ് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, ആരെങ്കിലും ആയിട്ട് ഒരു തല്ലോ അല്ലെങ്കിൽ മീൻസ് ഈ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് വയലൻസ്. അപ്പൊ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന വയലൻസ് കണ്ടീഷൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇപ്പൊ മാനേജ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിട്ട് വർക്കേഴ്സ് തമ്മിൽ
ആർഗ്യുമെന്റ്സ് ഉണ്ടാവുക, ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ പുഷിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ലാപ്പിംഗ് ഉണ്ടാവുക, ഇതൊക്കെ വർക്ക് പ്ലേസസിൽ ഉണ്ടാവാറുള്ളതാണ്. അല്ലെങ്കിൽ പബ്ലിക്കും സ്റ്റാഫുമായിട്ട് പല രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മൾ പല ന്യൂസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ പെട്രോൾ പമ്പിൽ വന്നിട്ടുള്ള സ്റ്റാഫിനെ ആള് മീൻസ് ഈ കസ്റ്റമേഴ്സ് തല്ലുന്ന കാര്യം, അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫിനെ ആക്രമിക്കുന്ന കാര്യം, ഇതൊക്കെ നമ്മൾ വയലൻസിൽ പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് വയലൻസ് എന്ന് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോ എനി വർക്കിംഗ് കണ്ടീഷനിൽ ഇതേപോലെയുള്ള വയലൻസ് എന്താ പോസിബിൾ ആണ്, വയലൻസ് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പൊ വയലൻസ് എന്താന്ന് മനസ്സിലായല്ലോ? അപ്പോ വളരെയധികം ഷൗട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് പറയുന്നതാവാം, അല്ലെങ്കിൽ ത്രെട്ടൻ ചെയ്യുന്ന, ഭീഷണിപ്പെടുത്തുന്നതാവാം, അസൾട്ട് ചെയ്യുന്നതാവാം, സ്ലാപ്പ് ചെയ്യുന്നതാവാം, ഇതൊക്കെ വയലൻസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ റീസൺസ് ആണ് നമ്മൾ ഹസാർഡ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ റീസൺ, ഈ കമ്പനിയിൽ ഉണ്ടായ റീസൺ എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക് പേ അല്ലാതെ അവർക്ക് OT പേയ്മെന്റ്, അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള OT പേയ്മെന്റ് കൊടുക്കാത്തതുകൊണ്ട് ഉണ്ടായ ഇഷ്യൂ ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ മിക്ക വർക്ക് പ്ലേസസിലും ഇതേപോലുള്ള വയലൻസ് ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇത് ഞാൻ നിങ്ങളുടെ മീൻസ് പ്രൊജക്റ്റിൽ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഒബ്സർവേഷൻ കിട്ടുകയാണെങ്കിൽ യു ക്യാൻ ഇൻക്ലൂഡ്. ക്ലിയർ അല്ലേ? സോ വർക്ക് റിലേറ്റഡ് വയലൻസ് മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ ഹസാർഡ്സ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും ലോൺ വർക്കിംഗ്, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ വയലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ നൈറ്റ് വർക്ക്, അല്ലെങ്കിൽ കൂടുതൽ ഡാർക്ക് ടൈമിൽ വർക്ക് ചെയ്യുമ്പോഴും വയലൻസിനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ ക്യാഷ് ഹാൻഡ്ലിംഗ് ചെയ്യുന്ന സ്റ്റാഫിന് വയലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡീലിംഗ് പീപ്പിൾ അണ്ടർ സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ മേ ബി വയലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡീലിംഗ് പീപ്പിൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോളും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ എങ്ങനെ പെരുമാറും നമുക്ക് പറയാൻ പറ്റില്ല. അവർ പെട്ടെന്ന് റേസ് ആവാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ. ഓക്കെ, അപ്പോ ഇതൊക്കെ വയലൻസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പോലീസ് സ്റ്റാഫ്, അല്ലെങ്കിൽ ഫയർഫോഴ്സ്, ട്രാഫിക് സ്റ്റാഫ്, അങ്ങനെയുള്ള പല മീൻസ് അതോറിറ്റിയിൽ വരുന്ന റെപ്രസെന്റിങ് ആൻഡ് അതോറിറ്റി, അതൊരു റിസ്ക് ഫാക്ടർ ആണ്. അപ്പൊ അങ്ങനെ പല പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് വയലൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ളതിന്. ഓക്കെ, അപ്പൊ വയലൻസ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്, അത് മീൻസ് കണ്ടിന്യൂസ്ലി ഗോ ത്രൂ ചെയ്ത് അതിലൂടെ വയലൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതാണ് വർക്ക് റിലേറ്റഡ് വയലൻസ് എന്ന് പറയുമ്പോൾ. വർക്ക് റിലേറ്റഡ് വയലൻസ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു വർക്ക് പ്ലേസിൽ നിങ്ങൾ ബാങ്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വയലൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫിനും പബ്ലിക്കിന്റെ ഇടയിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും അല്ലെ? സെക്യൂരിറ്റി സ്ക്രീൻസ് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് പബ്ലിക്, അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടാവും, CCTV സർവേലൻസ് ക്യാമറാസ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ കാത്തു നിൽക്കുമ്പോൾ, വെയിറ്റിംഗ് ടൈംസ് കൂടുമ്പോഴായിരിക്കും കസ്റ്റമേഴ്സ് ഒക്കെ കൂടുതലും ബഹളം ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പ്രീ അപ്പോയിന്റ്മെന്റ്, കറക്റ്റ് വെയിറ്റിംഗ് ടൈംസ് ഒക്കെ അനൗൺസ് ചെയ്യുക, കറക്റ്റ് അപ്പോയിന്റ്മെന്റ് ടൈമിംഗ് അനൗൺസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെ? പിന്നെ സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. ഹൗ ടു മാനേജ് വർക്കേഴ്സ്, ഹൗ ടു മാനേജ് കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എന്ന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കൂടാതെ നമുക്ക് വയലൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോപ്പർ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് കൊടുക്കാം. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അത് കൂടാണ്ട് നമുക്ക് സെക്യൂരിറ്റി സ്ക്രീൻസ് കൊടുക്കാം, സെക്യൂരിറ്റി ഡോർസ്, സേഫ് സ്ക്രീൻസ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പാനിക് അലാംസ്, എന്തെങ്കിലും ഒരു വയലൻസ് കണ്ടീഷൻ ഉണ്ടാവണമെങ്കിൽ എല്ലാവരും അലേർട്ട് ചെയ്യാനുള്ള പാനിക് അലാംസ് കൊടുക്കാം. പിന്നെ സീറോ ടോളറൻസ് ആൻഡ് പ്രോസിക്യൂഷൻ, പെട്ടെന്ന് ആരെങ്കിലും ഇതേപോലെ വയലൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മീൻസ് പോലീസ് അതോറിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. സീറോ ടോളറൻസ് ആൻഡ് പ്രോസിക്യൂഷൻ. ഓക്കെ, പ്രോസിക്യൂഷൻ വിധേയമാക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ വയലൻസ് എന്ന് പറയുമ്പോൾ വയലൻസ് പ്രിവെന്റ് ചെയ്യാൻ ആ വർക്ക് പ്ലേസിൽ എന്തൊക്കെ ചെയ്യാം? ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഓക്കെ, സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ട്രെയിനിങ്, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, കസ്റ്റമേഴ്സിൽ നിന്നുള്ളതാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാഫ് തമ്മിലുള്ളതാണെങ്കിലും, വർക്കേഴ്സും സുപ്പീരിയർ ഓഫീസേഴ്സും തമ്മിലുള്ളതാണെങ്കിലും അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ട്രെയിനിങ്ങും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ നമുക്ക് വർക്ക് പ്ലേസിൽ ഉണ്ടാവണം. സൈൻ ബോർഡ്സ് ഫിക്സ് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് എല്ലാവരെയും കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാം, ഓക്കെ, സൂപ്പർവൈസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വയലൻസിന് കൊടുക്കാവുന്ന കൺട്രോൾ മെഷേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇതൊരു സിമ്പിൾ നോർമൽ ടോപ്പിക് ആണ്, പക്ഷെ ഇത്
എല്ലാ വർക്ക് പ്ലേസിലും നമുക്കിപ്പോ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് വയലൻസ് കാണണം അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ കാണണം എന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, Clear ആണ് miss. ക്ലിയർ ആണോ? ഓക്കെ, സോ അതാണ് വയലൻസ് അറ്റ് വർക്ക് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഇതുമായിട്ട് തന്നെ കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലോൺ വർക്കിംഗ്. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക് അല്ലെങ്കിൽ കാറ്റഗറിയാണ് ലോൺ വർക്കിംഗ്. ഞാൻ ഓരോ ടോപ്പിക് പറയുമ്പോഴും ജസ്റ്റ് ഒന്ന് അതിന്റെ ഹെഡിങ് കൊടുക്കുക, അതിനെപ്പറ്റി മനസ്സിലായ കാര്യം ഒന്ന് നോട്ട് ചെയ്തിടുക. ഫോണിലാണെങ്കിലും കുഴപ്പമില്ല, ഒരു നോട്ട്ബുക്കിലാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹസാർഡ് കാറ്റഗറിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. മീൻസ് ജസ്റ്റ് കേട്ട് പോവുക, ക്ലാസ് കേൾക്കുമ്പോൾ ജസ്റ്റ് കേട്ട് പോവുക എന്നുള്ളതല്ലാതെ ഞാൻ ഓരോ കാറ്റഗറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ചെറിയ പോയിന്റ് മതി. ഒരു 1 സെന്റൻസ് ആണെങ്കിൽ 1 സെന്റൻസ് കാറ്റഗറിയുടെ ഹെഡിങ് കൊടുക്കുക, അതിനെപ്പറ്റി എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പോഴും നിങ്ങൾ ഒരു ഹസാർഡ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹസാർഡ് എന്താണ്, അതിൽ വരുന്ന മെയിൻ ഒബ്സർവേഷൻസ് എന്തൊക്കെയായിരിക്കാം, ആൻഡ് അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കാം, അതിന്റെ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയായിരിക്കാം, ഇതാണ് നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്. ഹസാർഡ്, കോൺസിക്വൻസസ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക് ലോൺ വർക്കിംഗ്, അതായത് വർക്കേഴ്സ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ്. ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഹലോ, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ട വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? വർക്കേഴ്സ് ആർ വർക്കിംഗ് അലോൺ ഇൻ എ വർക്കിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, വിത്തൗട്ട് എനി അസിസ്റ്റൻസ് ഫ്രം ദ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫ്രം ദ വർക്ക് പ്ലേസിൽ ഒരു അസിസ്റ്റൻസും ഇല്ലാതെ, വിത്തൗട്ട് എനി ഹെൽപ്പ് ഫ്രം കോവർക്കേഴ്സ് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ലോൺ വർക്കിംഗ്, യെസ്, സെക്യൂരിറ്റി സ്റ്റാഫ് കറക്റ്റ് ആണ്. പിന്നെ ഏതെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? മെയിൻലി സെക്യൂരിറ്റി സ്റ്റാഫ് ആണ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. നൈറ്റ് ടൈം സെക്യൂരിറ്റി അല്ലെ, ATM സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇപ്പോ ജ്വല്ലറിയുടെ സെക്യൂരിറ്റി സ്റ്റാഫ്, അല്ലെ പല പല സെക്യൂരിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ ഏതാണ്? വേറെ ഏതെങ്കിലും ഉണ്ടോ? ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഒറ്റയ്ക്കായിരിക്കോ? മീൻസ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഹസാർഡ് കാറ്റഗറി ലിസ്റ്റ്. ഇതിലുള്ള കാറ്റഗറീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ നോയ്സ് ഡിസ്കസ് ചെയ്തു, വൈബ്രേഷൻ ഡിസ്കസ് ചെയ്തു, വയലൻസ് അറ്റ് വർക്ക് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോൺ വർക്കിംഗ് ആണ്. അപ്പൊ ഇതേപോലെ നമുക്ക് 21 കാറ്റഗറീസ് ആണ് നമുക്കുള്ളത്. നിങ്ങൾ സ്ക്രീനിൽ എല്ലാവരും കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു 5th കാറ്റഗറിയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്, ലോൺ വർക്കിംഗ്. ഓക്കെ, അപ്പൊ ലോൺ വർക്കിംഗ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് വർക്കിംഗ് അലോൺ വിത്തൗട്ട് എനി അസിസ്റ്റൻസ് അല്ലെങ്കിൽ വിത്തൗട്ട് എനി ഹെൽപ്പ് ഫ്രം കോവർക്കേഴ്സ് അല്ലെ? അപ്പൊ കോവർക്കേഴ്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. ഇപ്പൊ എക്സാമ്പിൾ, നമുക്കൊരു കമ്പനിയിൽ ഉള്ളിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെക്യൂരിറ്റി സ്റ്റാഫ് പറയാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഒറ്റയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യാണ്, അവിടെ വേറെ ആരും ഇല്ല, എല്ലാ വർക്കേഴ്സും പോയി കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അയാൾ ലോൺ വർക്കർ ആണ്. ഓക്കെ, സോ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ. നമുക്കിനി മീൻസ് നമുക്ക് വേറൊരു സിറ്റുവേഷൻ എടുക്കാം. ഈ ഡെലിവറി സ്റ്റാഫ് അല്ലെ, ഇപ്പൊ ആമസോൺ ഡെലിവറി അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം ഓൺലൈൻ ഡെലിവറി ആണല്ലോ. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഡെലിവറി ആണ്, മെഡിക്കൽ ഷോപ്പിൽ നിന്നാണെങ്കിലും ഡെലിവറി ഉണ്ട് അല്ലെ? ഈ ഡെലിവറി സ്റ്റാഫ് ഒറ്റയ്ക്ക് വന്ന് കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യാണ്, അവർ ഒറ്റയ്ക്കാണ് അല്ലെ? അപ്പൊ അവര് വന്ന് ഈ കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് മേ ബി എന്താണ്, ദർ ഇസ് എ ചാൻസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ലൈക്ക് വയലൻസ് ഉണ്ടാവാം. പബ്ലിക്കായിട്ട് ഡീൽ ചെയ്യുമ്പോൾ മേ ബി വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം, വയലൻസ് ഉണ്ടാവാം അല്ലെ? നമ്മൾ അങ്ങനെ ന്യൂസിലൊക്കെ കാണുന്നതാണ് അല്ലെ? വയലൻസ് ഉണ്ടാവാം. അതുകൂടാതെ അവർക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് എമർജൻസി വരികയാണ്, ഓക്കെ, ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. ആ സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവരൊറ്റയ്ക്കല്ലേ? മനസ്സിലായോ? ഹലോ, അതാണ് അവിടുത്തെ ഈ ഹസാർഡ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ, ദേ ആർ ഓൾ അലോൺ, അവരൊറ്റയ്ക്കാണ്, അവർക്ക് വേറെ ആരും ഇല്ല, അവര് കോവർക്കേഴ്സിന്റെ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഒപ്പം അല്ല വർക്ക് ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ്. ഓക്കെ, ഇൻസൈഡ് ദ വർക്ക് പ്ലേസ് ഓർ ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്. ക്ലിയർ ആണോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ലോൺ വർക്കിംഗ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ?
ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസിൽ ആ വർക്ക് പ്ലേസിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദിസ് ലോൺ വർക്കിംഗ് കാറ്റഗറി. ഓക്കെ, ഓക്കെ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ ലോൺ വർക്കിംഗ്? ഓക്കെ ആണ് മിസ്. ഓക്കെ, സോ അപ്പോ നമുക്ക് ഇനി പറയാം എന്താണ് ലോൺ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലായി, ഹസാർഡ്സും അതിന്റെ ഒബ്സർവേഷനും മനസ്സിലായല്ലോ. ലോൺ വർക്കിംഗ് സ്റ്റാഫ് ഏത് വർക്കാണ് ആരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. ഇനി കോൺസിക്വൻസ് നമ്മൾ പറഞ്ഞു, ഇമ്മീഡിയറ്റ് എമർജൻസി അല്ലെ, ഡീലിംഗ് വിത്ത് എമർജൻസി അലോൺ, ഓൾ അലോൺ എമർജൻസി ഡീൽ ചെയ്യേണ്ടി വരും, ഹെൽത്ത് എമർജൻസി വന്നിട്ടുണ്ടെങ്കിലും, ആൻഡ് വയലൻസ് ഡീൽ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അവരെ അഫക്ട് ചെയ്യും. അത് കൂടാതെ അവർക്ക് ഈ വാഷിംഗ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ വെൽഫെയർ ഫെസിലിറ്റി, ഡ്രിങ്കിങ് വാട്ടർ അല്ലെ, ടോയ്ലറ്റ് ഫെസിലിറ്റി, ഇതൊക്കെ പാർക്കിംഗ് ഫെസിലിറ്റി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലെ. മീൻസ് ഇപ്പോ ട്രാവൽ ചെയ്യുന്ന ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വെൽഫെയർ ഫെസിലിറ്റീസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ അവർ ഹാൻഡിൽ ചെയ്യേണ്ട ഇഷ്യൂസ് ആണ്. സോ what are the precaution need to be taken to prevent എന്താ accidents or emergencies like this? നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഓക്കെ, എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക? ഹലോ, എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങളൊരു ഇപ്പൊ ഇത്രയും കൺട്രോൾ മെഷേഴ്സ് കേട്ടിട്ടുള്ളതല്ലേ, അപ്പൊ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഈ സ്റ്റാഫിന്? സൂപ്പർവിഷൻ, എന്തൊക്കെ ചെയ്യും? സൂപ്പർവിഷൻ, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. പിന്നെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കൊടുക്കാം? മൊബൈൽ ഫോൺ ആക്സസ് അങ്ങനത്തെ എന്തെങ്കിലും. പിന്നെ ഓക്കെ, അപ്പോ നിങ്ങൾ പറയുന്നതിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ദ വർക്ക് പ്ലേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം. ഇപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്യാബിൻ കൊടുക്കാം, വെൽഫെയർ ഫെസിലിറ്റി അല്ലെ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സീറ്റിംഗ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ക്യാബിൻ, ലൈറ്റിംഗ്, വെന്റിലേഷൻ അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. CCTV സർവൈലൻസ് ക്യാമറാസ് കൊടുക്കാം, ഗേറ്റ് ആക്സസ് ലോക്ക് ചെയ്യാം അല്ലെ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സർവൈലൻസ് സൂപ്പർവിഷൻ, റിമോട്ട് സൂപ്പർവിഷൻ ആണ്. അവിടെ ആരും വർക്ക് ചെയ്യാൻ ആ സമയത്ത് പറ്റില്ലെങ്കിൽ അവർക്ക് റിമോട്ട് സൂപ്പർവിഷനിലൂടെ അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. GPS സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്ട്രസ് അലാം സിസ്റ്റം, ഇതൊക്കെ നമുക്കിപ്പോ ഇപ്പോഴത്തെ 2026 എന്ന് പറയുമ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് പല രീതിയിലുള്ള അലാം സിസ്റ്റം അല്ലെ, അല്ലെങ്കിൽ ഡിസ്ട്രസ് അലാം സിസ്റ്റം, ഇതൊക്കെ GPS അലാം സിസ്റ്റം, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അതൊക്കെ നമുക്കൊരു റിമോട്ട് സൂപ്പർവിഷന് വേണ്ടി യൂസ് ചെയ്യാം. ഈ വർക്കറിന് നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് കൊടുക്കാം അല്ലെ. അതായത് എങ്ങനെ ഡീൽ ചെയ്യണം കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയലൻസ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് പറയാം. പിന്നെന്താണ്, ഈ വെൽഫെയർ ഫെസിലിറ്റി പറഞ്ഞു. പിന്നെ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി, പെട്ടെന്ന് ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി അവിടെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ടാവണം എന്ന് പറയാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ നമ്മൾ ഫോൺ സെപ്പറേറ്റ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഫോൺ ഉണ്ടാവാം, അപ്പൊ ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. സോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അവിടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അവിടെ മീൻസ് 24 hours അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ അവൈലബിൾ ആയിരിക്കണം. അത് കൂടാതെ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, CCTV സർവൈലൻസ് പറഞ്ഞു, ഇതേപോലെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് പറഞ്ഞു, അവർക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനുള്ള, പെട്ടെന്ന് അവൈലബിൾ ആവുന്ന രീതിയിൽ അവർക്ക് ഈ അലാം സിസ്റ്റം, ഡിസ്ട്രസ് അലാം സിസ്റ്റം അല്ലെങ്കിൽ GPS മോണിറ്ററിങ്, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓൺലൈൻ മീൻസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന, ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ലോറി അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഡിവൈസസ്, അവരെവിടെ എത്തി, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിങ് ഇൻ ആൻഡ് ഔട്ട് വിത്ത് സൂപ്പർവൈസർ എന്ന് പറയും. അതായത് നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് വിസിറ്റ് കമ്മ്യൂണിക്കേഷൻ, പോകുന്നതിന് മുമ്പ്, വർക്ക് തുടങ്ങുന്നതിന് മുമ്പും വർക്ക് ചെയ്തതിന് ശേഷവും സൂപ്പർവൈസർ ആയിട്ട് എപ്പോഴും ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പ്രീ ആൻഡ് പോസ്റ്റ് വിസിറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, പിന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവണം. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെൽഫെയർ ഫെസിലിറ്റി, ഇതേപോലെ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റി, പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ ഹെൽപ്പ്, ഇതൊക്കെ അവൈലബിൾ ആക്കാം. ഓക്കെ,
സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോൺ വർക്കിംഗ് സ്റ്റാഫിന് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ട്രെയിനിങ്ങും റിമോട്ട് സൂപ്പർവിഷൻ ഇപ്പൊ അവൈലബിൾ ആക്കാം. ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ പോലും നമുക്ക് റിമോട്ട് സൂപ്പർവിഷൻ കൊടുക്കാം. ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി, നമ്മൾ CCTV സർവൈലൻസ്, ഇൻസൈഡ് ദ വർക്ക് പ്ലേസ് ആണെങ്കിൽ CCTV സർവൈലൻസ് കൊടുക്കാം. പാനിക് അലാംസ്, പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പാനിക് അലാംസ്, അലാം സിസ്റ്റംസ് ആക്ടിവേറ്റ് ആകുന്ന രീതിയിൽ റെഡിയാക്കാം. ഓക്കെ, അവർക്ക് പ്രോപ്പർ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ലോൺ വർക്കിംഗ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഹലോ ഹലോ ഓക്കെയാണ് മിസ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക്. ഓക്കെ, എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക് ഒന്നുമില്ല, മീൻസ് ഇതിന്റെ ഹെഡിങ് ഡിഫറെന്റ് ആണെന്നുള്ളൂ. സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ഡ്യൂറിങ് വർക്കിംഗ് ടൈം. വർക്കിംഗ് ടൈമിൽ ഡ്രഗ്സോ ആൽക്കഹോളോ വർക്കേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റഗറി അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ നമ്മൾ നെബോഷ് സിലബസിൽ സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക് എന്നാണ് പറയാം. ഓക്കെ, ഇങ്ങനെ തന്നെ നമ്മൾ കാറ്റഗറി പ്രൊജക്റ്റിൽ കൊടുക്കേണ്ടി വരും. സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക് നോട്ട് ചെയ്യാട്ടോ എല്ലാവരും. ഇപ്പൊ നമ്മൾ വയലൻസ് അറ്റ് വർക്ക് പറഞ്ഞു, ആൻഡ് പിന്നെ ഇപ്പോ നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക് പറഞ്ഞു, ആൻഡ് ലോൺ വർക്കിംഗും ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ടോപ്പിക് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക്. ഓക്കെ, അപ്പോൾ ഡ്രഗ്സ് ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടാണ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും? ഓക്കെ, നിങ്ങൾ ഒരു വർക്കറിനെ കാണുകയാണ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട്. ഇപ്പോഴത്തെ ഒരു ടൈമില് അല്ലെ, മീൻസ് നമുക്കറിയാം കൂടുതൽ പേരും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവരാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ വർക്കിംഗ് ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ്? നിങ്ങളൊരു സേഫ്റ്റി പ്രൊഫഷണൽ ആയിട്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞേ. ഒരു ക്രെയിൻ ഓപ്പറേറ്റർ ഡ്രഗോ ആൽക്കഹോളോ യൂസ് ചെയ്തിട്ടാണ് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലോറി ഡ്രൈവർ, എന്തായിരിക്കും സംഭവിക്കുക? കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ലോസ് ഓഫ് കോൺസെൻട്രേഷൻ പറയാം, പിന്നെ കോൺസെൻട്രേഷൻ പോവും, വർക്കിലുള്ള കോൺസെൻട്രേഷൻ പോവും, പിന്നെ ആക്സിഡന്റ്സ് സംഭവിക്കും. യെസ്, ആക്സിഡന്റ്സ് സംഭവിക്കും. പിന്നെ കറക്റ്റ് ആണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും പറയാം, ആകെ ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള 10 പേരാണ്. ഈ 10 പേരുള്ള ഇത്രയും ചെറിയൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? നിങ്ങൾ സേഫ്റ്റി ഓഫീസേഴ്സ് ആയിട്ട് വർക്കേഴ്സിന് ടൂൾ ബോക്സ് ടോക്സ് എടുക്കേണ്ട, അല്ലെങ്കിൽ മാസ് ടൂൾ ബോക്സ് ടോക്സ് ഒക്കെ എടുക്കേണ്ട ആൾക്കാരാണ്. ഓക്കെ, അതായത് എല്ലാ വർക്കേഴ്സിനെയും നിർത്തി നമ്മൾ അവർക്ക് മീൻസ് ടോപ്പിക്സ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സേഫ്റ്റി ബ്രീഫിംഗ് കൊടുക്കണം, സേഫ്റ്റി ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റണ്ടേ? എന്താണിത്? എല്ലാവരും കറക്റ്റ് ആയിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ആക്സിഡന്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല വർക്കിൽ, പിന്നെ പുവർ കോൺസെൻട്രേഷൻ അറ്റ് വർക്ക് എന്ന് പറയാം, പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ലേ? വയലൻസ് ഉണ്ടാവും വർക്കിൽ. യെസ്, ഞാൻ വയലൻസ് പറഞ്ഞു, വയലൻസിൽ തന്നെ പറഞ്ഞതാണ് ഡ്രഗ്സ് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേഗത്തിൽ കണക്ട് ചെയ്യാം അല്ലെ. വയലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സോ വയലൻസ് ഉണ്ടാവാം, ആക്സിഡന്റ്സ് ഉണ്ടാവാം, പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞോളൂ. എന്താണ് അൺസേഫ് ആക്ട്? ഓക്കെ, അൺസേഫ് ആക്ടുകൾ ഉണ്ടാവും. അതായത് അൺസേഫ് ആയിട്ട് അവർ വർക്ക് ചെയ്യുള്ളൂ. കാരണം അവരുടെ റിസ്ക് പെർസെപ്ഷൻ, നമുക്കൊരു കാര്യം നമ്മുടെ സെൻസസ് യൂസ് ചെയ്ത് ഒരു കാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയാം. അപ്പൊ റിസ്കിനെ മനസ്സിലാക്കാനുള്ള റിസ്ക് അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ നടന്നു വരുമ്പോൾ അവിടെ ഒരു കുഴിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സ്ലിപ്പ് ഹസാർഡ് ഉണ്ട്, ട്രിപ്പ് ഹസാർഡ് ഉണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് പെർസെപ്ഷൻ വേണം അല്ലെ. റിസ്ക് കാണുമ്പോൾ മനസ്സിലാവാനുള്ള ഒരു പെർസെപ്ഷൻ വേണം. റിസ്ക് പെർസെപ്ഷൻ അവിടെ കുറവായിരിക്കും. ഈ ഡ്രഗ്സ് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഹസാർഡാണ്, അത് റിസ്ക് ആണെന്ന് വേർതിരിച്ചറിയാനൊന്നും അവർക്ക് പറ്റില്ല. പ്രോപ്പർ സെൻസറി സിസ്റ്റം തന്നെ അവിടെ ഓഫ് ആവുകയാണ് ഈ ഡ്രഗ്സ് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പോ അവർക്ക് ചിലപ്പോൾ അത് ശ്രദ്ധയിൽ പെടണമെന്നില്ല, നോർമൽ പീപ്പിളിനെ പോലെ അവർക്ക് ശ്രദ്ധയിൽ പെടണമെന്നില്ല. അപ്പൊ റിസ്ക് പെർസെപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ ഈ ഹസാർഡ് പെട്ടെന്ന് എഫക്ട് ചെയ്യും.
ഓക്കെ, അവര് പ്രോപ്പർ ആയിട്ട് സേഫ് വർക്കിംഗ് മെത്തേഡ് അവർ ഫോളോ ചെയ്യില്ല. സോ അൺസേഫ് മെത്തേഡ് ആയിരിക്കും അവർ മീൻസ് യൂസ് ചെയ്യുക. ചിലപ്പോൾ ഓവർ സ്പീഡ് എടുക്കുമായിരിക്കും, ചിലപ്പോൾ റാഷ് ഡ്രൈവിംഗ് ആയിരിക്കും, ഓപ്പറേറ്റർ കറക്റ്റ് വർക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല, മെഷീനറി ആക്സിഡൻസ് ഉണ്ടാവാം, ഇലക്ട്രിക്കൽ ആക്സിഡൻസ് ഉണ്ടാവാം, ഓക്കെ, ഫോളിംഗ് ഫ്രം ഹൈറ്റ് ആക്സിഡൻസ് ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള ആക്സിഡൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ വയലൻസ്. ഓക്കെ, വർക്കേഴ്സിന്റെ കോവർക്കേഴ്സിന്റെ അടുത്താണെങ്കിലും അവരെന്തെങ്കിലും വാക്കുതർക്കമായി കൂടുതൽ പെട്ടെന്ന് റേസ് ആവാനും പെട്ടെന്ന് ആർഗ്യുമെന്റ്സ് ഉണ്ടാവാനും പെട്ടെന്ന് ഈ ആക്രമിക്കാനും മീൻസ് തല്ലുണ്ടാക്കാനും എല്ലാത്തിനും ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ വേറെ എന്താണ് പ്രശ്നം? വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, അതായത് പൂവർ ഡിസിഷൻ മേക്കിംഗ്. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു റോൾ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രോപ്പർ ആയിട്ട് ചിന്തിച്ചൊരു ഡിസിഷൻ ഈ ആൽക്കഹോൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് പറ്റില്ല, അല്ലെ? അപ്പൊ അത് വർക്കിനെ ബാധിക്കും. ഈ ആക്സിഡൻസ് ഇത് കൂടാണ്ട് തന്നെ ഇങ്ങനെ എന്താ പൂവർ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും, പൂവർ റിസ്ക് പെർസെപ്ഷൻ ആയിരിക്കും, ഹസാർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അൺസേഫ് ആക്ടുകൾ ഉണ്ടാവും, അല്ലെ? നിങ്ങൾ പറഞ്ഞ എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ജനറലി അറിയാവുന്ന തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഒബ്സർവേഷൻ ആയിട്ട് എടുക്കാം. വർക്ക് പ്ലേസിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടാണ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അപ്പൊ സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് ഈ ഹസാർഡ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോ കോൺസിക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ആക്സിഡൻസ് ഉണ്ടാവാം, വയലൻസ് ഉണ്ടാവാം, ഇഞ്ചുറീസ് ഉണ്ടാവാം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ വാട്ട് ആർ ദ പ്രിക്കോഷൻസ്? ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ആസ് എ സേഫ്റ്റി ഓഫീസർ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ സേഫ്റ്റി ഓഫീസറായി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക് പ്രിവെന്റ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യുക? ഹലോ, കൗൺസിലിംഗ്, Giving proper training and frisking. എന്താണ്? Give proper training and frisking. യെസ്, വർക്കേഴ്സിന് എല്ലാവർക്കും ഇതിനെപ്പറ്റി അവയർനെസ് ട്രെയിനിങ് കൊടുക്കും. അതായത് ഡ്രഗ്സ് ആൽക്കഹോൾ യൂസ് ചെയ്യരുത് എന്നുള്ള അവയർനെസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, ട്രെയിനിങ് കൊടുക്കാം എന്ന് പറയും. പിന്നെ ക്യാമ്പയിൻസ്, ട്രെയിനിങ് ക്യാമ്പയിൻസ് ഒക്കെ നടത്താം. ഓക്കെ, പിന്നെ അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ നടത്താം. പിന്നെ Frisking. എന്താണ്? Frisking. അതെനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. Frisking. ചെക്കിംഗ് ആണോ പറഞ്ഞത്? Frisking. ഓക്കെ, ഞാനപ്പോ പറയാം. നമുക്ക് മെയിൻലി ഒരു കമ്പനിയിൽ ആദ്യം ഉണ്ടാവേണ്ടത് മീൻസ് ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു പോളിസി ആദ്യം തന്നെ, ആന്റി ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ പോളിസി ഷുഡ് ബി ക്രിയേറ്റഡ്. ഓക്കെ, നമ്മള് കമ്പനിയിൽ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? അവരൊരു സ്റ്റാൻഡ് എടുക്കണം. ഓക്കെ, ആസ് പെർ ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി അനുസരിച്ച് മീൻസ് എനി വർക്കർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് എനി ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് ഡ്യൂറിങ് വർക്കിംഗ് ടൈം. വർക്കിംഗ് ടൈമിൽ ആൽക്കഹോളോ ഡ്രഗോ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു പോളിസിയിൽ ആഡ് ചെയ്യണം. പോളിസിയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു റൂളാണ്, അല്ലെ? അവരത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സൈൻ ബോർഡ് ഫിക്സ് ചെയ്യണം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് വർക്കേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, ഇത് കറക്റ്റ് ആയിട്ട് റൂൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, എൻഫോഴ്സ് ചെയ്യണം. എൻഫോഴ്സ് ദ റൂൾ ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ്. കറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്ത് വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ചെക്ക് ചെയ്യുക, അവർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, CCTV സർവൈലൻസ് ക്യാമറാസിലൂടെ അല്ലെങ്കിൽ സൂപ്പർവിഷനിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പ്രോപ്പർ ടെസ്റ്റിങ്ങിലൂടെ ചെക്കിങ്ങിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വർക്കേഴ്സിന് പ്രോപ്പർ അവയർനെസ് ക്യാമ്പയിൻസ്, സെമിനാർസ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യാന്ന് പറയാം. ഇനി റൂൾസ് വയലേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അതായത് ഇത് മീൻസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടും ഈ വയലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഡിസിപ്ലിനറി ആക്ഷൻസ്. അതായത് മീൻസ് ഇപ്പൊ ക്രെയിൻ ഓപ്പറേറ്റർ ഒക്കെയാണ് ഈ ഡ്രഗ്സ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടൈമിൽ തന്നെ മീൻസ് കമ്പനീസ് അത്യാവശ്യം സേഫ്റ്റി നോക്കുന്ന കമ്പനിയാണെങ്കിൽ അവർ അപ്പൊ തന്നെ ഫയർ ചെയ്യും. Okay, so disciplinary action should be taken against the workers, those who violate this rule. ഈ റൂള് വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കണം. ഓക്കെ, അവർക്ക് മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും കൊടുക്കണം. ഓക്കെ, പിന്നെ ഈ സൈൻ ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ടെസ്റ്റിങ്ങും മീൻസ് പ്രോപ്പർ ആയിട്ട് വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവണം. ഇതൊക്കെ നമുക്ക് പറയാം. സൂപ്പർവിഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആ ടോപ്പിക് കഴിഞ്ഞു. നിങ്ങൾക്ക് കൺട്രോൾ മെഷേഴ്സ് വേറെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മള് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ അടുത്തത് ഒരു സിമ്പിൾ ടോപ്പിക് തന്നെയാണ്. ദാറ്റ് ഈസ് മെന്റൽ ഇൽ ഹെൽത്ത്.
ഓക്കെ, നമ്മൾ കൂടുതലും ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് മെന്റൽ ഇൽ ഹെൽത്ത്. എന്താണ് മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മെന്റൽ ഇൽ ഹെൽത്ത്? ഹലോ, എന്താണ് മെന്റൽ ഇൽ ഹെൽത്ത്? നമ്മള് വർക്ക് റിലേറ്റഡ് ഇൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഡിസീസ് കോസ്ഡ് ബൈ ദ വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഇൽ ഹെൽത്ത് എന്ന് പറയാം. ഓക്കെ, വർക്ക് പ്ലേസിൽ നിന്ന് ഉണ്ടാവുന്ന അസുഖങ്ങൾ. ഓക്കെ, ഈ മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന മീൻസ് വർക്ക് റിലേറ്റഡ് മെന്റൽ ഇൽനെസ് ആണ്. ഓക്കെ, മെന്റൽ ഇൽ ഹെൽത്ത് ആണ്. ഓക്കെ, അതായത് മീൻസ് ഒരാൾക്ക് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ, ഡിപ്രഷൻ, ഇതൊക്കെ മേ ബി അയാളുടെ പേഴ്സണലി അയാൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മീൻസ് ഡ്യൂ ടു വർക്ക് സ്ട്രെസ്, വർക്കിൽ ഉണ്ടാവുന്ന സ്ട്രെസ് കൊണ്ടും വർക്കിൽ ഉണ്ടാവുന്ന ഡിമാൻഡ്സ് കൊണ്ടും പുവർ വർക്കിംഗ് കണ്ടീഷൻ കൊണ്ടും വർക്കേഴ്സിന് എന്തുണ്ടാവാം? സ്ട്രെസ് ഉണ്ടാവാം. അതിൽ നിന്ന് അവർക്ക് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ. ഓക്കെ, മീൻസ് നമ്മൾ ന്യൂസിൽ വരെ കണ്ടിട്ടുണ്ട്. മീൻസ് ഈ IT സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മീൻസ് ഒരു ലേഡി ഇങ്ങനെ അത്രയും സ്ട്രെസ് കൊണ്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ടൈം കിട്ടാതെ അവർ വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ സൂയിസൈഡ് ചെയ്ത് വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കാർഡിയാക് അറസ്റ്റ്, അത്രയും പ്രഷർ താങ്ങാൻ പറ്റാതെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ? ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വർക്കിംഗ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ്. ഹലോ, എപ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുക? വർക്ക് പ്ലേസിൽ സ്ട്രെസ് ഫീൽ ചെയ്യുക എപ്പോഴാ? ഓവർ ടൈം. വർക്ക് ഓവർലോഡ്. യെസ്, വർക്ക് ഓവർലോഡ് വരുമ്പോ. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? ലാക്ക് ഓഫ് സ്ലീപ്പിംഗ്. ഓക്കെ, അതായത് ഓവർ ടൈമിൽ വർക്ക് ചെയ്ത് മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് അല്ലെ, സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. ഓക്കെ, കറക്റ്റാ. പിന്നെ അപ്പൊ നമുക്ക് സ്ലീപ്പ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ഔട്ട്സൈഡ്സിലൊക്കെ. യെസ്. അതായത് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് ഭയങ്കര മീൻസ് ഹോട്ട് വർക്കിംഗ് എൻവയോൺമെന്റ് ആണ്, ഹ്യൂമിഡ് കണ്ടീഷൻ ആണ്, എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റ് ആണ്. ഇതൊക്കെ നമുക്ക് മീൻസ് നമ്മൾ ഭയങ്കര ഫിസിക്കലി ഡൗൺ ആവുന്നതിന്റെ ഒപ്പം തന്നെ മെന്റലി ഡൗൺ ആവും. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? വർക്ക് ലോഡ് പറഞ്ഞു, വർക്കിംഗ് ടൈം കൂടുതൽ പറഞ്ഞു, ഇതേപോലെ വർക്കിംഗ് എൻവയോൺമെന്റ് ഭയങ്കര എന്താണ് റിസ്കി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതാവാം. പിന്നെ കോവർക്കേഴ്സ് അല്ലെ, കോവർക്കേഴ്സ് തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഉണ്ടാവുമ്പോ ഹരാസിങ് അല്ലെങ്കിൽ ബുള്ളിയിങ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോ അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പറയാം അല്ലെ. റിലേഷൻഷിപ്പ് അല്ലെ, അതായത് ഞാൻ പറയുന്നത് വർക്ക് റിലേഷൻഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് റിലേഷൻഷിപ്പ് മോശമാണെങ്കിൽ പ്രശ്നം വരും. പിന്നെ സപ്പോർട്ട് അല്ലെ, സപ്പോർട്ട് ഫ്രം ദ മാനേജ്മെന്റിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഹലോ മാനേജ്മെന്റിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട്, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ് അല്ലെങ്കിൽ പ്രോപ്പർ എക്യുപ്മെന്റ്, ഫെസിലിറ്റി ഇതൊന്നും മാനേജ്മെന്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും വർക്കേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? അവർ സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ. പിന്നെന്താണ്? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെങ്കിലും എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് കാര്യം എന്നുള്ളത്. ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ പുവർ വർക്കിംഗ് കണ്ടീഷൻസ് ലൈക്ക് വർക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന പുവർ വർക്കിംഗ് ഡിമാൻഡ്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് പറയാം വർക്ക് ലോഡ് ആവാം, അല്ലെങ്കിൽ ഹൈ റിസ്ക് ഏരിയയിൽ വർക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഹോട്ട് എൻവയോൺമെന്റ്, പുവർ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നത്, അതായത് ഹോട്ട് എൻവയോൺമെന്റ്, കോൾഡ് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഭയങ്കര നോയ്സി എൻവയോൺമെന്റിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നത്, ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഫിസിക്കലി ആൻഡ് മെന്റലി വർക്കേഴ്സിനെ ഡൗൺ ആക്കും. ഓക്കെ, പിന്നെ ഭയങ്കരമായിട്ട് ബുള്ളിയിങ്, ഹറാസ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭയങ്കരമായിട്ടുള്ള കുറ്റപ്പെടുത്തൽ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇഷ്യൂസ് കൊണ്ടും വർക്കേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. സോ പിന്നെ ചിലവർക്ക് ജോബ് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ പല രീതിയിൽ വർക്കേഴ്സിന് മീൻസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ പല ഇഷ്യൂസ് കൊണ്ടും ഈ വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ ഇൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, കൂടുതലും ഹൈ റിസ്ക് ഏരിയയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതായത് ഹൈ റിസ്ക് ആക്ടിവിറ്റി ചെയ്യുന്ന
വർക്കേഴ്സ് ആയിരിക്കും. സേഫ്റ്റി ഒന്നും ഇല്ലാതെ ഒരു ഫുൾ ബോഡി ഹാർനസ് പോലും ഇല്ലാതെ ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത്രയും സ്ട്രെസ്സിലായിരിക്കും ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു കൺഫൈൻ സ്പേസ്, അടഞ്ഞു കിടക്കുന്ന സ്പേസിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ പ്രോപ്പർ കൺട്രോൾസ് ഒന്നും എടുക്കാതെ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നിട്ടുണ്ടെങ്കിലും നമുക്കത് മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാൻ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് എന്ത് പറയാം, മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോ അത് വർക്ക് ലോഡ് ആവാം, വർക്കിംഗ് ഡിമാൻഡ്സ് ആവാം, ഹൈ ഡിമാൻഡ്സ് ആവാം, അല്ലെങ്കിൽ ഓവർ ടൈം വർക്ക് ആവാം, ഓക്കെ, അല്ലെങ്കിൽ വർക്കിൽ വരുന്ന ഇഷ്യൂസ് ആവാം, ലാക്ക് ഓഫ് പ്രോപ്പർ വർക്ക് റിലേഷൻഷിപ്പ് ആവാം, ബുള്ളിങ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് ആവാം, ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് റോൾ, അവരുടെ റോൾ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ് എന്നുള്ളത് പ്രോപ്പർ ക്ലാരിറ്റി ഇല്ലാത്തതാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഓരോ ലെയർ ആയിട്ട് പല പല ഇഷ്യൂസ് ഉണ്ടാവും. ഓരോ സ്റ്റാഫിനും ചിലപ്പോൾ ഡിഫറെന്റ് ഇഷ്യൂസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. ഓരോരുത്തർക്കും സ്ട്രെസ് ഉണ്ടാവുന്നത് പല പല രീതിയിലാണ് അല്ലെ. എല്ലാവർക്കും ഒരേ രീതിയിൽ സ്ട്രെസ് ഉണ്ടാവില്ല, ഓരോരുത്തരെ അഫക്ട് ചെയ്യുന്നത് പല പല രീതിയിലായിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്താണെന്നുള്ളത്? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് മീൻസ് ടെൻഷൻ, മെന്റൽ ടെൻഷൻ ഡ്യൂ ടു പുവർ വർക്കിംഗ് കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. മെന്റൽ സ്ട്രെയിൻ ഓർ ടെൻഷൻ അല്ലെങ്കിൽ എനി മെന്റൽ ഇൽനെസ് ഡ്യൂ ടു എന്താ പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് ഡ്യൂ ടു പുവർ വർക്കിംഗ് കണ്ടീഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ വർക്കിംഗ് ഡിമാൻഡ്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിന് റീസൺ ആയിട്ട് പുവർ വർക്കിംഗ് ഡിമാൻഡ്സ് സച്ച് ആസ് ഹൈ വർക്ക് ലോഡ് ആവാം, ഓവർ ടൈം വർക്ക് ആവാം, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള മീൻസ് കോവർക്കേഴ്സ് തമ്മിലുള്ള ബുള്ളിങ് ഹറാസ്മെന്റ് ആവാം, ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് റോൾ, അവർക്ക് വർക്ക് എങ്ങനെ ചെയ്യണം, ലാക്ക് ഓഫ് കൺട്രോൾ അബൌട്ട് ദെയർ റോൾ, അവർ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ പ്രോപ്പർ സപ്പോർട്ട് കിട്ടുന്നില്ല, പ്രോപ്പർ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവർക്ക് അറിയില്ല. ഓക്കെ, അങ്ങനെയുള്ള പല പല റീസൺസും ഉണ്ട്. മാനേജ്മെന്റ് മീൻസ് ബ്ലെയിം കൾച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയൊക്കെ അവിടെ സ്ട്രെസ് അവിടെ എന്താ കൂടാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് മെന്റൽ ഇൽ ഹെൽത്ത്. അപ്പൊ എന്തൊക്കെ കൺട്രോൾസ് ആണ്? നിങ്ങൾ സേഫ്റ്റി ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലസന്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ് ടു പ്രിവെന്റ് ദിസ് ഏരിയ. ഈ ഏരിയയിൽ മെന്റൽ ഇൽ ഹെൽത്ത് പ്രിവെന്റ് ചെയ്യാൻ വർക്കേഴ്സിന്റെ പ്രോപ്പർ പ്രൊഡക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്താ ചെയ്യാ? ഹലോ ഫ്രണ്ട്ലി ഹലോ അറ്റ്മോസ്ഫിയർ, റെഡ്യൂസ് വർക്ക് ലോഡ്. വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാം. ഇപ്പൊ ചിലപ്പോ 10 പേര് ചെയ്യേണ്ട ജോബ് ആയിരിക്കും ചിലപ്പോ 5 പേരെ കൊണ്ട് ചെയ്യിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, അവർക്ക് കൂടുതൽ വർക്ക് ലോഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഹയർ മോർ വർക്കേഴ്സ് അല്ലെ, വർക്കേഴ്സിനെ കൂടുതൽ ഹയർ ചെയ്യാന്ന് പറയാം. പിന്നെ വേറെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ സ്പ്ലിറ്റ് ദ വർക്ക് ലോഡ് ഇൻ ടു എന്താ ഡിഫറെന്റ് വർക്കേഴ്സ് അല്ലെ. ഓരോ വർക്കേഴ്സിനും നമുക്ക് വർക്ക് ലോഡ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കറക്റ്റ് ആണ്. പിന്നെന്ത് ചെയ്യാം? വർക്ക് ലോഡിന് ചെയ്തു. ഇനി വർക്കിംഗ് ടൈം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് ടൈം കൊടുക്കാം അല്ലെ. അവര് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാതെ അവർക്ക് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസൾട്ടേഷൻ. ഏറ്റവും കൂടുതൽ വേണ്ടത് മാനേജ്മെന്റ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് വർക്കേഴ്സ് ആൻഡ് കൺസൾട്ട് വിത്ത് വർക്കേഴ്സ്. മാനേജ്മെന്റിനുള്ള ഒപ്പീനിയൻ എന്താണോ അല്ലെങ്കിൽ വർക്കേഴ്സിനുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്താണോ അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതിനെയാണ് നമ്മൾ സേഫ്റ്റിയിൽ കൺസൾട്ടേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? consultation. So there should be consultation between employer and worker. Okay, മാനേജ്മെന്റും വർക്കറും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. വർക്കറിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് മാനേജ്മെന്റിന് പറയാനുള്ളത് വർക്കേഴ്സും കറക്റ്റ് ആയിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ സേഫ്റ്റി കമ്മിറ്റി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, പിന്നെ റെഗുലർ മീറ്റിംഗ്സ് കൊടുക്കാന്ന് പറയാം. വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാന്ന് പറയാം. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത്? വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അവരുടെ ടാസ്ക് ബേസ്ഡ് ട്രെയിനിങ് ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ടാസ്ക് എന്താണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർക്ക് പ്രോപ്പർ ക്ലാരിറ്റി കിട്ടും. അവരുടെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, പിന്നെ എന്താ ചെയ്യാം? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ,
പിന്നെ ഈ മീൻസ് വളരെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക്, മീൻസ് വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ളവർക്ക്, അവർക്കൊക്കെ എന്ത് കൊടുക്കാൻ വേണമെങ്കിൽ മീൻസ് കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് മീൻസ് ഇപ്പൊ ചില വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് എല്ലാ വർക്ക് പ്ലേസും നമ്മൾ പറയില്ല, പക്ഷെ ചില വർക്ക് പ്ലേസിലൊക്കെ വെക്കേഷൻസ് തന്നെ മീൻസ് മാനേജ്മെന്റ് തന്നെ അവർക്ക് വെക്കേഷൻസ് കൊടുക്കുന്ന മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ മീൻസ് കറക്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം കൊടുക്കുക, വർക്കേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ പ്രസന്റ് എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് പ്രോപ്പർ ഫെസിലിറ്റി കൊടുക്കുക, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ്, സപ്പോർട്ട്, ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ്, ഓക്കെ, അവർക്ക് എന്തൊക്കെ വേണോ, എന്തൊക്കെ കാര്യങ്ങൾ വേണോ, ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് എല്ലാത്തിനും ഫീഡ്ബാക്ക്, അവർക്ക് എന്താണ് ഇഷ്യൂസ് ഉള്ളത്, വർക്കിൽ എന്താണ് പ്രോബ്ലം ഉള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൺസൾട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ജോബ് ഇൻസെക്യൂരിറ്റി ഉള്ളവർക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ്, വർക്ക് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്, ഇതൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെ ബ്ലെയിം കൾച്ചർ ഒക്കെ ആണെങ്കിൽ മീൻസ് കോവർക്കേഴ്സ് ബ്ലെയിം കൾച്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രീറ്റ് എവരിവൺ ഈക്വൽ. ആൻഡ് ഇങ്ങനെ ബ്ലെയിം കൾച്ചർ ഉള്ള കൂടുതൽ അങ്ങനെയുള്ള സ്റ്റാഫിനെയൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷനും കൺസൾട്ടേഷനും ട്രെയിനിങ്ങും മീറ്റിംഗ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതും, പിന്നെ സപ്പോർട്ട്, പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ടിങ് മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസും അറേഞ്ച്മെന്റ്സും റിസോഴ്സസ്, വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആൻഡ് വർക്കിംഗ് ടൈം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം, വർക്കേഴ്സിന് ഓക്കെ ആയിട്ടുള്ള ടൈം കൊടുക്കുക, ഓവർലോഡ് പ്രിവെന്റ് ചെയ്യുക. കൂടുതൽ ഓവർ വർക്ക് വരുന്നത്, ഓവർലോഡ് വർക്ക് വരുന്നത്, അത് സ്പ്ലിറ്റ് ദ വർക്ക് ഫോർ ഡിഫറെന്റ് വർക്കേഴ്സ്, അല്ലെങ്കിൽ ഹയർ ന്യൂ വർക്കേഴ്സ് ടു പ്രിവെന്റ് ഓവർലോഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ മെന്റൽ ഹെൽത്തിൽ വരുന്ന ഇഷ്യൂസ് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോയ്സ്, വൈബ്രേഷൻ, മെന്റൽ ഇൽ ഹെൽത്ത്, വയലൻസ് അബ്യൂസ് അറ്റ് വർക്ക്, സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക്, സ്ലിപ്സ് ആൻഡ് ട്രിപ്സ്, ഇത്രയും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇനി ഒരു ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു സിമ്പിൾ ടോപ്പിക് ആണ് ഇത്, നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ പറ്റി അറിയാം. ഈ ടോപ്പിക്കിന്റെ പേരാണ്, ഇത് 16th ടോപ്പിക്കിലാണ് വരുന്നത്. ഓക്കെ, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾ ഇൻ ദ വർക്ക് പ്ലേസ്. ടോപ്പിക്കിന്റെ പേര് ഇതാണ്, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾ ഇൻ ദ വർക്ക് പ്ലേസ്. ഓക്കെ, 15ാമത്തെ ടോപ്പിക്കാണ് ഈ ലിസ്റ്റില്. ഓക്കെ, എന്താണ് സംഭവം? അതായത് ഒന്നുമില്ല, ഇന്റേണൽ ട്രാൻസ്പോർട്ടേഷൻ, ഒരു വർക്ക് പ്ലേസിന്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഒരു വർക്ക് പ്ലേസ് ആകുമ്പോൾ നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, ഓക്കെ, ഒരു സിമെന്റ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരു പെയിന്റ് ഇൻഡസ്ട്രി, ഒരു പെയിന്റിന്റെ കമ്പനി, അല്ലെങ്കിൽ ഒരു ടയറിന്റെ കമ്പനി, എനി കമ്പനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കമ്പനിയുടെ ഉള്ളിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും അല്ലെ, പല വെഹിക്കിൾസ് വരുന്നതും പോകുന്നതും ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ വെഹിക്കിൾ മൂവ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ എല്ലാവരും വെഹിക്കിൾ യൂസ് ചെയ്യുന്നതാണ്, 4 വീലേഴ്സ് ആവട്ടെ 2 വീലേഴ്സ് ആവട്ടെ അല്ലെ. വെഹിക്കിൾ മൂവ്മെന്റ് അല്ലെങ്കിൽ വെഹിക്കിൾ മാനേജ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. സോ വാട്ട് ആർ ദ ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് വെഹിക്കിൾ മൂവ്മെന്റ്? വെഹിക്കിൾ മൂവ്മെന്റിൽ വരുന്ന ഹസാർഡ്സ് എന്തൊക്കെയാണ്? പ്രശ്നം എന്താണ്? ആക്സിഡന്റ് ഉണ്ടാവും. യെസ്, ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ കോൺസിക്വൻസ് ആണ്. നമ്മൾ അതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇപ്പൊ നമ്മൾ റോഡ് എടുക്കാം, റോഡിൽ എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാവുന്നത്? റോഡിൽ എന്താ ഉള്ളത്? ആക്സിഡന്റ് ഉണ്ടാവുന്നതിന്റെ റീസൺ എന്താ? യെസ്, റോഡിൽ ഗട്ടർ അല്ലെങ്കിൽ പോത്ത് ഹോൾസ് ഒക്കെ ഉണ്ടാവും അല്ലെ, കുഴികൾ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നാരോ റോഡായിരിക്കും, ചെറിയ റോഡായിരിക്കും. വലിയ റോഡ് വന്നിട്ട് ചെറിയ റോഡ് എന്ന് പറയും അല്ലെ, ചെറിയ റോഡാവുന്ന കണ്ടിട്ടില്ലേ? ഇതിനെ നമ്മൾ ബോട്ടിൽ നെക്കിംഗ് എന്നാണ് ഇതിനെ പറയാ. അതായത് വലിയ റോഡ് വന്ന് ചെറിയ റോഡ്, ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വലിയ റോഡ് വന്ന് ചെറിയൊരു വഴിയായിട്ട് മാറുമ്പോൾ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ അവിടെ ആക്സിഡന്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതിനെ നമ്മൾ ബോട്ടിൽ നെക്കിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്, ഇപ്പൊ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അപ്പുറത്തെ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അപ്പൊ അതിനെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം, ഡ്രൈവർക്ക് കാണാൻ പറ്റാത്ത ഏരിയ. അപ്പൊ അവിടെ പെട്ടെന്നൊരു വെഹിക്കിൾ വരികയാണ്, പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്യാണ്, നമുക്ക് കാണില്ല അല്ലെ. അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവാം.
പിന്നെന്താണ് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുന്നത്? സ്ലിപ്പറി ചില റോഡിൽ അല്ലെങ്കിൽ മീൻസ് റോഡ് കണ്ടീഷൻ അല്ലെങ്കിൽ മഴ പെയ്തിട്ടാവാം, ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള റോഡ് കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ? സ്ലിപ്പറി കണ്ടീഷൻസ് പറയാം. പിന്നെ വേറെന്താണ്? വേറെ ഒന്നുമില്ല, ഇഷ്ടം പോലെ റീസൺസ് ഉണ്ട്. ഹലോ, ആക്സിഡൻസിന്റെ റീസൺസ് ആണ് ഞാൻ ചോദിക്കുന്നത്. വെഹിക്കിൾ ആക്സിഡൻസ് എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഹലോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന പോയിന്റ് ആണ് കേട്ടോ. ഹലോ ഹലോ, ആർക്കും പറയാനില്ലേ? Yes, ma'am. എന്തൊക്കെയാണ് വെഹിക്കിൾ ആക്സിഡൻസിന്റെ റീസൺസ് ആണ്? ഞാൻ റോഡിന്റെ പ്രശ്നം പറഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ലേ? Vehicle accidents. Other vehicles. Environmental factors like rain. Slipping due to heavy rain. ഹെവി റെയിൻ ആവാം. ഓക്കെ, ലാക്ക് ഓഫ് വിസിബിലിറ്റി, മഴ പെയ്യുന്നോണ്ട് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, വിസിബിലിറ്റി ഇല്ല, ലൈറ്റ് ഇല്ല. ഓക്കെ, അവിടെ ലൈറ്റിംഗ് കൊടുത്തിട്ടില്ല, ആ വർക്ക് പ്ലേസിൽ ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് മേ ബി പ്രോപ്പർ വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മേ ബി ആക്സിഡന്റ് ഉണ്ടാവാം. പിന്നെ Lack of focus, human factors. യെസ്, ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ഫാക്ടേഴ്സ് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡ്രഗ് ആൽക്കഹോൾ അബ്യൂസ് പറഞ്ഞൂടെ അല്ലേ? ഡ്രഗ്സ് ആൽക്കഹോൾ യൂസ് ചെയ്ത് മീൻസ് വെഹിക്കിൾ ഡ്രൈവ് ചെയ്താൽ അവിടെ ആക്സിഡന്റ് ഉണ്ടാവും. ഇനി മൊബൈൽ ഫോൺ അല്ലെ, നിങ്ങളിത് ജസ്റ്റ് ആലോചിച്ച് പറഞ്ഞാൽ പോരെ, മൊബൈൽ ഫോൺസ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാണ്, അല്ലെങ്കിൽ കെയർലെസ് ഡ്രൈവിംഗ് ആണ്, റാഷ് ഡ്രൈവിംഗ് ആണ്, ഇതൊക്കെ ആക്സിഡന്റ്സ് ക്രിയേറ്റ് ചെയ്യില്ലേ? ഓക്കെ, ഇപ്പൊ നേരത്തെ ആരാണ്, ലിബിനാണ് പറഞ്ഞു തോന്നുന്നു, എന്താണ് ഉറക്കമില്ലാതെ അല്ലെ, സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ചില ഡ്രൈവേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് ലോറി ഡ്രൈവേഴ്സോ അങ്ങനെയുള്ള ഡ്രൈവേഴ്സ് ഒക്കെ മേ ബി അവർ ഉറങ്ങാണ്ട് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും അല്ലെ? അപ്പൊ ഉറക്കമില്ലാണ്ട് ചെയ്യുന്ന മീൻസ് ഇങ്ങനെ ഡ്രൈവിംഗ് ഉള്ളത് കൊണ്ട് മേ ബി എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് കണ്ണടച്ച് പോയാൽ മതി, വേറൊരു വെഹിക്കിൾ വന്ന് തട്ടി ആക്സിഡന്റ് ഉണ്ടാവാം അല്ലെ? സംഭവം ദുരന്തമാണെങ്കിൽ അങ്ങനെയൊക്കെ വരാം അല്ലെ? സോ ഈ മീൻസ് ലാക്ക് ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് ഫാറ്റീഗ്, അതായത് ഭയങ്കര ക്ഷീണം കൊണ്ട് ഭയങ്കര സ്ട്രെസ്സിൽ വണ്ടി ഓടിക്കുകയാണ്, നമുക്ക് ആ ടാസ്ക് ഇപ്പൊ തീർക്കണം, പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് സമയമില്ല, വർക്ക് ലോഡ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ എത്തണം, 10 മിനിറ്റിൽ എത്തണം, ആ ഒരു രീതിയിൽ സ്ട്രെസ്സിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി സിഗ്നൽ ബ്രേക്ക് ചെയ്യാണ്, റൂൾ വയലേറ്റ് ചെയ്യാണ്, ആക്സിഡന്റ് ഉണ്ടാവില്ലേ? ഓക്കെ, സോ ഇതൊക്കെ ആ വർക്ക് പ്ലേസിൽ വരുന്ന എന്താ, വർക്ക് പ്ലേസിന്റെ ഉള്ളിലാവാം, വർക്ക് പ്ലേസിന്റെ പുറത്താവാം, വെഹിക്കിൾ മൂവ്മെന്റിൽ വരുന്ന ഇഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് മനസ്സിലായല്ലോ, ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ആ എൻവയോൺമെന്റിൽ വരുന്ന ഇഷ്യൂ, റോഡിന്റെ ഇഷ്യൂ, വെതറിന്റെ ഇഷ്യൂ, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ആ ഡ്രൈവർക്ക് വരുന്ന ഇഷ്യൂ, ഡ്രൈവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, ഡ്രൈവർ സ്ട്രെസ്ഡ് ആയിരുന്നു, ഡ്രൈവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഡ്രൈവർ ഫോൺ യൂസ് ചെയ്തു, ഡ്രൈവർ റൂള് ബ്രേക്ക് ചെയ്തു, ഡ്രൈവറിന്റെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള പല റീസൺസ്, ഡ്രൈവറിന്റെ റീസൺസ് കൊണ്ട് ആക്സിഡന്റ് ഉണ്ടാവും. പിന്നെ ഉള്ളത് എന്താണ്, പിന്നെ എവിടെ നിന്നാണ് ആക്സിഡന്റിന്റെ റീസൺ വരുന്നത്? നമ്മൾ ആ റൂട്ടും പറഞ്ഞു, ആ എൻവയോൺമെന്റും പറഞ്ഞു, ഡ്രൈവറും പറഞ്ഞു, പിന്നെ എവിടെയാണ് പ്രശ്നം? In a vehicle condition. വെഹിക്കിൾ അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം നോക്കുമ്പോ, ഒരു ഹസാർഡ് നോക്കുമ്പോ എവിടെ നിന്നൊക്കെയാണ് ഹസാർഡ് വരുന്നതെന്ന് നോക്കണം. ഒരൊറ്റ ഫാക്ടർ ആയിരിക്കില്ല. നമ്മളത് നെബോഷ് IG1 പഠിക്കും. അതായത് പെമി എന്ന് പറയും, പീപ്പിൾ, എക്യുപ്മെന്റ്, മെറ്റീരിയൽ, എൻവയോൺമെന്റ്. അതായത് ഒരു ടോപ്പിക് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ട്, ഓക്കെ, എന്തൊക്കെ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഏത് എൻവയോൺമെന്റിലാണ് വർക്ക് നടക്കുന്നത്, ഏതൊക്കെ മെറ്റീരിയൽ വരുന്നുണ്ട്, ഇതിൽ നിന്നായിരിക്കും ഫുൾ ഹസാർഡ് വരുന്നത്. മനസ്സിലായോ? പീപ്പിൾ, എക്യുപ്മെന്റ്, മെറ്റീരിയൽ, എൻവയോൺമെന്റ്. ഇവിടെ മെയിൻലി എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ആ റോഡാണ്. ആ റോഡ് അല്ലെങ്കിൽ വെഹിക്കിൾ മൂവ്മെന്റ് എവിടെയാണ് നടക്കുന്നത്, അതാണ് ആ എൻവയോൺമെന്റ്, വെഹിക്കിൾ റൂട്ട് തന്നെ പറയാം. ആൻഡ് റൂട്ടിലെ പ്രശ്നങ്ങൾ. പിന്നെ അടുത്ത എന്താ, വെഹിക്കിൾ ആണ് അല്ലെ? വെഹിക്കിളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ബ്രേക്ക് ഫെയിലിയർ ആവാം, ലാക്ക് ഓഫ് മെയിൻ്റനൻസ് ആവാം, പിന്നെ വെഹിക്കിളിന്റെ കണ്ടീഷൻസ് ആവാം, വെഹിക്കിളിന്റെ ഇഷ്യൂസ് ആവാം അല്ലെ? ഇതൊക്കെ നമുക്ക് വെഹിക്കിളിന് പ്രോപ്പർ ഇൻസ്പെക്ഷൻ കൊടുക്കാത്തതാവാം, സർവീസിങ് ഇല്ലാത്തതാവാം, അൺഈവൻ ടയർ പ്രഷർ ആവാം അല്ലെ? ഇതൊക്കെ നമുക്ക് ഇഷ്യൂസ് ആയിട്ട് പറയാം. പിന്നെ ഡ്രൈവറിന്റെ ഇഷ്യൂസ് ആവാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഹസാർഡ് നോക്കുമ്പോൾ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ, ഈ പെമി ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കണം. പീപ്പിൾ, എക്യുപ്മെന്റ്, മെറ്റീരിയൽ, എൻവയോൺമെന്റ്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. ഹസാർഡ്സ് ഈസി അല്ലേ കണ്ടുപിടിക്കാനായിട്ട്? ഇപ്പൊ പുവർ പാർക്കിംഗ്, അവിടെ പ്രോപ്പർ ആയിട്ട് പാർക്കിംഗ് സ്പേസ് ഇല്ല ആ കമ്പനിയിൽ, അപ്പൊ എല്ലാവരും റോഡിൽ തന്നെ വെഹിക്കിൾ കൊണ്ടിടും അല്ലെ? അപ്പൊ മീൻസ് ബാക്കി വരുന്ന വെഹിക്കിൾസിന് പോകാനായിട്ട് വഴി ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു കൊളിഷന്റെ റിസ്ക് ഉണ്ട്
അല്ലെ? അല്ലെങ്കിൽ അവിടെ ഒരു ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്, പെഡസ്ട്രിയൻസിനെ വന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട്, അവിടെ റിവേഴ്സ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവില്ല. ബാങ്ക്സ്മാൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരാള് ഗൈഡ് ചെയ്യാനുണ്ടാവണം. ബാങ്ക്സ്മാൻ ഇല്ലാണ്ട് റിവേഴ്സ് ചെയ്യാണ്. അപ്പൊ എല്ലാത്തിനും ഒരു സേഫ് വർക്കിംഗ് ഓപ്പറേഷൻ ഉണ്ട്, സേഫ് വർക്കിംഗ് മെത്തേഡ് ഉണ്ട്. ഇത് ഫോളോ ചെയ്യാത്തത് കൊണ്ടും അവിടെ ആക്സിഡൻസ് ഉണ്ടാവാം. സോ ഇത് നിങ്ങൾ എന്തായാലും എല്ലാ ഒരു വെഹിക്കിള് അല്ലെ, ഏതെങ്കിലും ഒരു വണ്ടി യൂസ് ചെയ്യുന്ന ആളായിരിക്കുമല്ലോ അല്ലെ? അപ്പൊ വെഹിക്കിൾ മൂവ്മെന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹസാർഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സോ അപ്പൊ ഏതെങ്കിലും ഹസാർഡ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പ്രോപ്പർ മീൻസ് പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതാവാം, റോഡ് കണ്ടീഷന്റെ ഇഷ്യൂസ് ആയിരിക്കാം. പക്ഷെ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പൊ ഞാൻ പറയുന്നത് തിയററ്റിക്കലി ആണ്. നിങ്ങളൊരു വർക്ക് പ്ലേസിലെ ഒരു ഇഷ്യൂ ആയിട്ട്, വർക്ക് പ്ലേസിൽ കണ്ടൊരു കാര്യമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഹസാർഡിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് നമുക്ക് നമ്മുടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ വേണ്ടത്. അല്ലാതെ ടെക്സ്റ്റിൽ നിന്ന് ഒരു സെന്റൻസോ ChatGPT ഒരു സെന്റൻസോ അല്ല വേണ്ടത്. ഒരു വർക്ക് പ്ലേസിൽ കണ്ട ഒരു ഒബ്സർവേഷൻ ആയിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഹലോ? Clear ആണ് miss. സോ എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് കൊടുക്കാം? ഹലോ ഹലോ ആ. എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് കൊടുക്കാം? അപ്പോ Proper training and consultation. ഡ്രൈവേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെ, പെഡസ്ട്രിയൻസിനും ഡ്രൈവേഴ്സിനും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാന്ന് പറയാം. ഓക്കെ, Signboard. ഡ്രൈവേഴ്സിന് പിന്നെ ഡ്രൈവേഴ്സിന് എന്തൊക്കെ കൊടുക്കാം? Drivers. അവർക്ക് ഇൻഡക്ഷൻ, അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കാം. ഡിഫെൻസീവ് ഒരു ഡ്രൈവിംഗ് കൊടുക്കണം. യെസ്, സെൽഫ് ഡിഫെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാന്ന് പറയാം. ഓക്കെ, പിന്നെന്താ? പിന്നെ അവർക്ക് ഇൻസൈഡ് ദ വർക്ക് പ്ലേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർവിഷൻ കൊടുത്തുകൂടെ? അവർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഡ്രൈവ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സൂപ്പർവൈസ് ചെയ്യാം അല്ലെ? ഇൻസൈഡ് ദ വർക്ക് പ്ലേസ് ആണ് ഞാൻ പറയുന്നത്, സൂപ്പർവൈസ് ചെയ്യാം അല്ലെ? ക്ലോസ് സൂപ്പർവിഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവര് റൂൾസ് മീൻസ് ബാങ്ക്സ്മാനെ കൊടുക്കാം. യെസ്, ബാങ്ക്സ്മാനെ കൊടുക്കാം. സിഗ്നലർ ഓർ ബാങ്ക്സ്മാനെ കൊടുക്കാം ഫോർ റിവേഴ്സിംഗ് ഓപ്പറേഷൻ അല്ലെ? ഓക്കെ, പിന്നെ ഡ്രൈവേഴ്സിന് വേറെ എന്തൊക്കെയാണ്? അവർക്ക് ലൈസൻസ് ഉണ്ടോ, പ്രോപ്പർ സർട്ടിഫിക്കേഷൻ ആണോ, ട്രെയിനിങ് ഉണ്ടോ അല്ലെ? ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. മെഡിക്കലി ഫിറ്റ് ആണോ അല്ലെ? ഡ്രഗ്സ് ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടില്ല അല്ലെ? പ്രോപ്പർ ട്രെയിൻഡ് ആണ് അല്ലെ? ഇതൊക്കെ നമുക്ക് ഉറപ്പുവരുത്താം. അപ്പൊ ഡ്രൈവേഴ്സ് ഇത്രയും ഓക്കെ ആണെങ്കിൽ സെറ്റ് ആയി. അയാൾ കോമ്പിറ്റന്റ് ആണോ? കോമ്പിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് കോമ്പിറ്റൻസ്? വാട്ട് ഈസ് കോമ്പിറ്റൻസ്? Knowledge, experience അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. യെസ് അല്ലെ? യെസ്, കറക്റ്റ് ആണ്. അതായത് ഒരു വർക്കർ കോമ്പിറ്റന്റ് ആണെന്ന് പറയണമെങ്കിൽ ഹി ഷുഡ് ഹാവ് സഫിഷ്യന്റ് നോളജ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽസ്. ഓക്കെ, ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോളജും എക്സ്പീരിയൻസും ട്രെയിനിങ്ങും സ്കിൽസും ആൻഡ് എനി അതർ എബിലിറ്റീസ് ടു ക്യാരി ഔട്ട് ദ വർക്ക് സേഫ്ലി വിത്തൗട്ട് റിസ്ക് ടു ഹെൽത്ത്. അതായത് ഹെൽത്തിന് റിസ്ക് ഇല്ലാതെ വർക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അയാൾക്ക് എന്തൊക്കെ വേണം? എക്സ്പീരിയൻസ് വേണം, ട്രെയിനിങ് വേണം, സ്കിൽസ് വേണം ആൻഡ് നോളജ് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പോ ഒരു 15 വർഷം അല്ലെങ്കിൽ 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് ആയിരിക്കും. പക്ഷെ അയാൾ PPE യൂസ് ചെയ്യാണ്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ കോമ്പിറ്റന്റ് എന്ന് പറയാൻ പറ്റില്ല. അയാൾ പറയാണ് എനിക്ക് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ PPE ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഹീസ് നോട്ട് കോമ്പിറ്റന്റ്. അയാൾക്ക് സേഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ അറിയില്ല. മനസ്സിലായോ? അപ്പൊ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഡ്രൈവർ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഡ്രൈവറിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് റൂട്ടിൽ എന്തൊക്കെ കൊടുക്കാം? റൂട്ട് കറക്റ്റ് ആവാൻ Signboards ഒക്കെ. യെസ്, സൈൻ ബോർഡ്സ് കൊടുക്കാം. Street സെപ്പറേറ്റ് പ്രോപ്പർ ലൈറ്റിംഗ് കൊടുക്കാം. സെപ്പറേറ്റ് റൂട്ട് അല്ലെ? സെപ്പറേറ്റ് റൂട്ട് ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് സെപ്പറേറ്റ് റൂട്ട് ഫോർ എന്താ വെഹിക്കിൾസിന് സെപ്പറേറ്റ് റൂട്ട്, പെഡസ്ട്രിയൻസിന് സെപ്പറേറ്റ് റൂട്ട്, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുക, ഫിസിക്കൽ ബാരിയേഴ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം അല്ലെ? പെഡസ്ട്രിയൻ റൂട്ട്സ്. പിന്നെ ക്രോസിംഗ് പോയിന്റ്സ് കൊടുക്കാം പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാൻ, അല്ലെങ്കിൽ മാർക്കഡ് ലൈൻസ് കൊടുക്കാം. പെഡസ്ട്രിയൻസിന് വേണ്ടി, വെഹിക്കിളിന് വേണ്ടി മാർക്കഡ് ലൈൻസും ബാരിക്കേഡ് ചെയ്യാം എന്നുള്ളത് പറയാം. സെപ്പറേഷൻ എന്തായാലും വേണം എന്ന് പറയാം. പിന്നെ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് റൂട്ട്. അതായത് നിങ്ങളിപ്പോ ഹോട്ടൽ, മോൾസ് എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ ആക്കിയിട്ടുണ്ട് അല്ലെ? സെപ്പറേറ്റ് എൻട്രി, സെപ്പറേറ്റ് എക്സിറ്റ് അല്ലെ? ഒരേ വഴി കൂടി പോവാതെ വരുന്നതും പോകുന്നതും ഡിഫറെന്റ് പാത്ത് കൊടുക്കാം അല്ലെ? പിന്നെ എന്തൊക്കെ കൊടുക്കാം? പിന്നെ പാർക്കിംഗ് ഏരിയാസ് കൊടുക്കാം. റോഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ പോത്ത് ഹോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതപ്പോ തന്നെ റീകൺസ്ട്രക്ട് ചെയ്ത് അതിനെ റെഡിയാക്കാം. പിന്നെ എന്തൊക്കെ ചെയ്യാം? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, വേറെ കൺട്രോൾസ് ഒന്നുമില്ലേ? നമുക്ക് സ്പീഡ് ബ്രേക്കേഴ്സ് ഒക്കെ കൊടുത്തൂടെ? സ്പീഡ് ഗവർണേഴ്സ്, സ്പീഡ് ബ്രേക്കേഴ്സ് അല്ലെ? ഇതൊക്കെ കൊടുത്തൂടെ?
ഓക്കെ. പിന്നെ ഗോൾ പോസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. റോഡിൽ കൊടുക്കേണ്ട ഇപ്പോ റോഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, റോഡ് കർവ് മാക്സിമം കുറയ്ക്കുക, അല്ലെ, ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഓക്കെ, ടൈം ആയല്ലേ. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മുടെ വെഹിക്കിളിന് എന്തൊക്കെ ചെയ്യാം, വെഹിക്കിളിന് പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ്, ഇൻസ്പെക്ഷൻ, അതിൽ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഡിവൈസസ് ഒക്കെ, റോൾ ബാർ, റോൾ കേജ്, അല്ലെ, ആന്റി ബ്രേക്ക് സിസ്റ്റം, അല്ലെ, ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ സേഫ്റ്റി ഡിവൈസസ് ഒക്കെ നമ്മുടെ വെഹിക്കിളിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇന്റർനെറ്റ് പർപ്പസിന് മാത്രം വെഹിക്കിൾ യൂസ് ചെയ്യാം. വെഹിക്കിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ടയർ പ്രഷറും അതിന്റെ മിറേഴ്സും അതിന്റെ ഫ്യൂവൽ ലെവലും, അല്ലെ, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, പ്രീ യൂസ് ചെക്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇൻസ്പെക്ഷനും മെയിൻ്റെനൻസും പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. പ്രോപ്പർ സർവീസിങ്, പ്രോപ്പർ സിസ്റ്റം മാനേജ്മെന്റ്, വെഹിക്കിൾ മാനേജ്മെന്റ്, ജേർണി മാനേജ്മെന്റ്, ഇതൊക്കെ പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒരു ടോപ്പിക് കൂടി ഉണ്ട് ഈ വെഹിക്കിളിന്റെ കാറ്റഗറിയിൽ വരുന്നത്, വർക്ക് റിലേറ്റഡ് ഡ്രൈവിംഗ്. അപ്പൊ അതിൽ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വർക്ക് റിലേറ്റഡ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് വർക്ക് പ്ലേസിന്റെ പുറത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്. ആൻഡ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾ ഇൻ എ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ട്രാൻസ്പോർട്ടേഷൻ, ഒരു വർക്ക് പ്ലേസിന്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഈ കാറ്റഗറീസ് എല്ലാം നിങ്ങൾ ഹെഡിങ് കൊടുത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇത് വെറുതെ കേട്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇതുവരെ നോയ്സ്, വൈബ്രേഷൻ, മെന്റൽ ഇൽ ഹെൽത്ത്, വയലൻസ് അറ്റ് വർക്ക്, സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക്, സ്ലിപ്പ് ആൻഡ് ട്രിപ്പ്, പിന്നെ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾ ഇൻ ദ വർക്ക് പ്ലേസ്, ഇത്രയും കാറ്റഗറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എല്ലാത്തിന്റെയും ഹസാർഡ്സും കോൺസിക്വൻസും കൺട്രോൾ മെഷേഴ്സും നന്നായിട്ട് പഠിക്കുക. മീൻസ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഒരു ചെറിയൊരു നോട്ട്, ഒരു 1 സെന്റൻസ് ആണെങ്കിലും മതി. ഓരോ ടോപ്പിക്ക് എടുക്കുക. ഞാനിതിപ്പോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതാണ് കാറ്റഗറി ലിസ്റ്റ്. ഓരോ കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാറ്റഗറി അതിന്റെ ഒരു ചെറിയൊരു നോട്ട് നിങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ.